2021 അനാദരവ് കാട്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും കഴിഞ്ഞ 3.5 വർഷം പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പോലും താൻ മിണ്ടിയിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയേനെ. പാർട്ടി ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെയാണ് ചെയ്തത്. ന്യൂസ് 18 അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രതികരണം. പക്ഷേ 2021 താങ്കൾ പറഞ്ഞു താങ്കളെ ആരും പ്രൊജക്ട് ചെയ്തിരുന്നില്ല എന്ന്. അതിനുശേഷമുണ്ടായ ആ സംഭവ വികാസങ്ങളിൽ നിന്ന് താങ്കൾ ഇതുവരെ മോചിതനായിട്ടുണ്ടോ? താങ്കളുടെ സമീപകാലത്തെ പല അഭിപ്രായ പ്രകടനങ്ങളിലും അങ്ങനെ ഒരു സങ്കടം അക്കാര്യത്തിൽ നിഴലിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ചർച്ചയായിട്ട് കാര്യമില്ല. അതായത് 2021 എന്താണോ സംഭവിച്ചത് അത് താങ്കൾ മറന്നു കഴിഞ്ഞു? അല്ല, 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അൺസെർമോണിയസായി എന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഞാനൊരു തർക്കം ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. 4 വർഷവും ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത്, പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, എനിക്ക് മുമ്പുള്ള നേതാക്കന്മാരൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി തന്നെ ഈ പാർട്ടിയിൽ നിന്ന് താങ്കൾ തന്നെ പറഞ്ഞു ഒരു അൺസെറിമോണിയൽ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യം. അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് മനസ്സിനുള്ളിൽ. അത് പക്ഷേ താങ്കൾ അത് കണക്കിലെടുത്തില്ല, പാർട്ടിയിൽ അത് പ്രതിഫലിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി അതൊരു ആദരപൂർവ്വം തന്നെ താങ്കളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മുന്നണിയും പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ താങ്കൾ തന്നെ ആ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ താങ്കളെ ആദരിക്കണം എന്നുള്ളൊരു ആഗ്രഹം താങ്കളുടെ മനസ്സിലില്ലേ? അല്ല, എൻ്റെ പാർട്ടി അതിനുശേഷം പാർട്ടി എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനത് എന്നോട് നോക്കാൻ പറഞ്ഞു, ഞാൻ നോക്കി. ഗുജറാത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് സ്ക്രീനിങ് കമ്മിറ്റി ഞാനത് എന്നെ ഏൽപ്പിച്ച ദൗത്യം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ അവിടെ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പാർലമെന്റ് ജയിച്ചു, അസംബ്ലി തോറ്റു. അപ്പം അത് എൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്നെ കോർഡിനേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇപ്പം ശരത് പവാറും ഉദ്ധവ് താക്കറേയും അവർ വിചാരിച്ചാൽ ജയിക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ ജയിക്കൂ. അവിടുത്തെ നേതാക്കന്മാരെ എൻ്റെ ജോലി കോർഡിനേറ്റ് ചെയ്യാനുള്ളതാണ്. അത് എൻ്റെ കഴിവ്. 10 മാസം വളരെ ആത്മാർത്ഥമായി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം ഞാനല്ലാണ്ട് പിണങ്ങി പാർട്ടിക്കെതിരെ സംസാരിച്ച് നിൽക്കുകയല്ല. ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും എൻ്റെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെയാണ് ഞാൻ ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൽ താങ്കൾക്ക് ഒരു ചുമതല വേണം, താങ്കൾക്ക് അങ്ങനെ ഒരു ചുമതല കിട്ടുന്നില്ല. അല്ല, എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. നിങ്ങൾ എഴുതാത്ത പ്രവർത്തനം വായിക്കുന്നു. അല്ല, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള അവസരം പാർട്ടി ഏത് ചുമതല അല്ല, അങ്ങനെ പാർട്ടി എന്തുകൊണ്ട് വിശ്വാസത്തിൽ താങ്കളെ എടുക്കുന്നില്ല? കേരളത്തിലൊരു വലിയൊരു ജോലിയല്ലേ നൽകേണ്ടത്? അതൊക്കെ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആർക്ക് എന്ത് ചുമതല കൊടുക്കണം. എനിക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ചുമതല ഞാൻ നിറവേറ്റും. അതാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിന്നെ ഇന്ന ചുമതല ഏൽപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4 വർഷവും അച്ചടക്കത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലവരായിരുന്നു ഇവിടെ എന്തെല്ലാം കൗലാഹലം ഉണ്ടാക്കിയത്. ജനകീയ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിലും ഇന്നും തനിക്ക് കഴിയുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ചെന്നിത്തല ശ്രമിക്കുകയാണ്. സർക്കാരിന്റെ അഴിമതിയും പാളിച്ചകളും തുടർന്ന് കാട്ടാൻ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെങ്കിലും തന്റെ ഒറ്റയാൾ പോരാട്ടം തുടരുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. കാർബോറണ്ടം അഴിമതി പുറത്തു കൊണ്ടുവന്നിട്ടും അത് ഏറ്റെടുക്കുന്നതിൽ പാർട്ടി താൽപര്യം കാണിക്കാത്തതിനെ കുറിച്ചായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. താങ്കൾ 2016-21 കൊണ്ടുവന്ന അത്രയും അതിൽ പകുതിയെങ്കിലും ചെയ്യാൻ 2021-25 കാലഘട്ടത്തിൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരുടെ പരാജയമാണത്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പരാജയമാണ്, പക്ഷെ പ്രതിപക്ഷം അതിനേക്കാൾ പരാജയമാണല്ലോ എന്ന്. എന്നൊരു അഭിപ്രായം എനിക്കില്ല. അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, കാർബോറണ്ടം അഴിമതി എന്നുള്ള കാര്യം. അതിന് എന്ത് പിന്തുണയാണ് UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടിയത്? അല്ല, ആ അഴിമതി അതുകൊണ്ടില്ല, അഴിമതി ആവാതിരിക്കുന്നില്ലല്ലോ. അഴിമതിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പേരിലുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BOT അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചുമതല കൊടുത്ത് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 30 കഴിഞ്ഞതാണ്. ഇപ്പോഴും അനധികൃതമായി അവർ കാർബോറണ്ടം കമ്പനി ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അവർ കൊള്ളലാഭം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല. ഗവൺമെന്റും മിണ്ടുന്നില്ല. ഒരു മന്ത്രി ഉണ്ടല്ലോ, ഗവൺമെന്റും മിണ്ടുന്നില്ല, മന്ത്രി മിണ്ടിയിട്ടുണ്ടോ? മന്ത്രി ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. ഇത് മന്ത്രി ഉണ്ടോ? അപ്പോൾ താങ്കളുടെ പോരാട്ടം തുടരും? ഒരു സംശയമില്ല, തുടരും. പക്ഷെ അതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അത് സാരമില്ല. അതിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൂട്ടായിട്ട് വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്കും പോരാടാം.
ഈ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടേണ്ട എന്ത് അവസ്ഥയാണുള്ളത്? കാരണം അങ്ങനെയല്ലല്ലോ വേണ്ടത്. അത് നിങ്ങളുടെ ഒരു വിലയിരുത്തലല്ലേ. ഒറ്റയ്ക്ക് പോരാടിയാലും കുഴപ്പമൊന്നുമില്ല. സർക്കാരിനെതിരെ ഒറ്റയാൾ പോരാട്ടം തുടരുമോ ചെന്നിത്തല?